ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ഒരു ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുന്നു. ഈശോയുടെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ. നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മളിൽ ഓരോ തരത്തിലുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നന്മ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചാരിതാർത്ഥ്യം ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ദ്രോഹം ചെയ്യുമ്പോൾ ചിലപ്പോൾ പേടി വരാം, ചിലപ്പോൾ ഉത്കണ്ഠ വരാം. പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മൂഡുകൾ ചിലപ്പോൾ മാറ്റപ്പെട്ടേക്കാം. ഇങ്ങനെ മൂഡ് മാറ്റപ്പെട്ട ഒരു വ്യക്തിയെ പ്രത്യേകമായിട്ട് സുവിശേഷം എടുത്തു കാണിക്കുന്നുണ്ട്. അത് ഹെരോദസ് രാജാവാണ്. ഈ ഹെരോദസ് ആണ് സ്നാപക യോഹന്നാനെ വധിക്കുവാനായിട്ട് കൽപ്പന കൊടുത്തത്. വചനം ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. സംഭവിച്ചതെല്ലാം കേട്ട് ഹെരോദസ് രാജാവ് പരിഭ്രാന്തനായി. അദ്ദേഹത്തിലേക്ക് കടന്നു വന്ന വികാരം, അവസ്ഥ എന്ന് പറഞ്ഞത് പരിഭ്രാന്തതയാണ്. സംഭവിച്ചതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ കേട്ടത് യേശുവിനെ കുറിച്ചാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, വചനം പറഞ്ഞു നടക്കുന്ന ഈശോ. പരിഭ്രാന്തി ഉണ്ടാകാൻ കാരണം എന്താ? അവൻ വലിയൊരു പാതകം ചെയ്തിട്ടിരിക്കുക. അതുകൊണ്ട് അവന് സ്വസ്ഥത കിട്ടുന്നില്ല. പ്രിയ സഹോദര, സഹോദരി, നിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സ്വസ്ഥത നഷ്ടപ്പെടുന്നുണ്ടോ? സ്വസ്ഥത നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഒന്നിൽ നീ ദൈവത്തിൽ അടിയുറച്ച് നിൻ്റെ ശ്രദ്ധ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിൻ്റെ ഏതോ ചെയ്തികൾ നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്തുമാകട്ടെ, ഇന്നേ ദിവസം നീ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഇവൻ അത് ഏറ്റെടുത്തുകൊള്ളും. ഇവൻ്റെ കൈകളിലേക്ക് കൊടുത്താൽ മതി. ഈ ഈശോ നൽകുന്ന ശാന്തിയും സമാധാനവും നിൻ്റെ ജീവിതത്തിലേക്ക് വരും. പ്രിയ സഹോദര, സഹോദരി, അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഹൃദയത്തെ എപ്പോഴും നിന്നോട് ചേർത്ത് പിടിച്ച് യാത്ര ചെയ്യാൻ, യാതൊരു വിധത്തിൽ അസ്വസ്ഥതകളുമില്ലാതെ, പരിഭ്രാന്തതയില്ലാതെ, നിന്നിൽ നിന്ന് സന്തോഷം കണ്ടെത്തി ജീവിക്കുവാനായിട്ട്, അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കണമേ. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ശക്തിയും സമാധാനവും തിരിച്ചറിയുവാനായിട്ട് കൃപ നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച്